ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. VBL അഥവാ വരുൺ ബീവറേജസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനിയായ വരുൺ ബീവറേജസ് ലിമിറ്റഡ് US പുറത്തുള്ള പെപ്സിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ്. അപ്പോൾ വരുൺ ബീവറേജസും പെപ്സിയും തമ്മിലുള്ള ബന്ധം അത് 1990-കളിൽ തുടങ്ങിയ ബന്ധമാണ്. അതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോസ് മൂവ് ചെയ്തുകൊണ്ട് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും, ഇപ്പോൾ പ്രത്യേകിച്ച് നേപ്പാൾ, ശ്രീലങ്ക, മൊറോക്കോ, സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലുമുള്ള പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി റൈറ്റ് നേടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് വരുൺ ബീവറേജസ് ലിമിറ്റഡ്. വരുൺ ബീവറേജസും ഈ പെപ്സിയുമായിട്ടുള്ള അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ മാസം വന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം പെപ്സിക്കോയുമായിട്ട് ഒരു സ്നാക്സ് ഫ്രാഞ്ചൈസി അഗ്രിമെൻറ്റ് ഇവർ നടത്തിയിരുന്നു. അത് സിംബാബ്വെ, സാംബിയ പോലുള്ള രാജ്യങ്ങളിൽ ഈ സ്നാക്സ് പെപ്സിക്കോയുമായി ചേർന്ന് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സെയിൽസും ഒക്കെ നടത്തുന്ന ഒരു അഗ്രിമെൻറ്റിൽ അവർ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 120 crores ചിലവിലുള്ള ഒരു വലിയൊരു ഫെസിലിറ്റി അവർ ഈ രണ്ട് രാജ്യങ്ങളിലും സെറ്റപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത വന്നതിന് ചുവട് പിടിച്ചുകൊണ്ട് മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രോക്കിംഗ് ഫേം അവർ ഈ VBLൻ്റെ ടാർഗറ്റ് പ്രൈസ് 1900 എന്ന് വരെ പ്രവചിച്ചിരുന്നു. കൂടാതെ CLSA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഫേം അവരും 1977 വരെ ഇവരുടെ ടാർഗറ്റ് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾ വന്നത് കാരണം ഈ VBL പ്രൈസിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ 1700 എന്നുള്ള അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ സ്റ്റോക്ക് എത്തിയത്. അപ്പോൾ 30-ാം തീയതി റിസൾട്ട് വരുമെന്ന് മുമ്പേ കമ്പനി അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല റിസൾട്ടുകൾ വരുമെന്നുള്ള പ്രതീക്ഷ കൂടി ഈ ഒരു ന്യൂസിൻ്റെ കൂടെ വന്നതോടുകൂടി സ്റ്റോക്കിൽ വമ്പിച്ച റാലിയാണ് നടന്നത്. ഇന്ന് കമ്പനി അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഏകദേശം 28% ഒരു ജമ്പാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 26% ഒരു ജമ്പും കാണാൻ കഴിയും. അപ്പം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 66% ജമ്പും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 130% ജമ്പും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആസ് യൂഷ്വൽ ഇതൊരു തകർപ്പൻ റിസൾട്ടാണ്. കാരണം നമുക്കറിയാം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഏറ്റവും അധികം സെയിൽസ് നടക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഏപ്രിൽ, മെയ് മാസങ്ങളിലുള്ള ഉൾപ്പെടുന്ന ഒരു Q1 റിസൾട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വരുൺ ബീവറേജസ് ലിമിറ്റഡിൻ്റെ സെയിൽസ് ഈ ഒരു Q1 ക്വാർട്ടറിൽ വരുന്ന റിസൾട്ടുകൾ വമ്പിച്ച റിസൾട്ടുകളാണ്. അപ്പോൾ അത് ഇവിടെയും നിരാശപ്പെടുത്തിയിട്ടില്ല നമുക്ക് കാണാൻ കഴിയും. കൂടാതെ EPS-ലും ആ ഒരു ഗ്രോത്ത് വളരെ പ്രകടമാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബോർഡ് മീറ്റിങ്ങിൽ വന്ന സുപ്രധാനമായിട്ടുള്ള ഔട്ട്കംസ് നോക്കുകയാണെങ്കിൽ ഒന്ന് അവരൊരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹1.25 ഡിവിഡൻഡാണ്. ഈ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് വരുന്ന ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. അപ്പോൾ ഡിവിഡൻഡ് അത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്കം വന്നിട്ടുള്ളത് ഈ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റാണ്. അപ്പോൾ സ്പ്ലിറ്റ് ഓൾറെഡി അതിനു വേണ്ടിയിട്ടുള്ള സൂചനകൾ അവർ മുമ്പ് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്ത നോട്ടീസുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പ്ലിറ്റാണ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന സ്പ്ലിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് ഫേസ് വാല്യൂ ₹5. ആ ₹5 ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ ഇവർ ₹2 ഫേസ് വാല്യൂ ഉള്ള ഷെയറായിട്ട് മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം 2 ഷെയർ ഉള്ളവർക്ക് അത് 5 ഷെയറായിട്ട് കാണാൻ കഴിയും. കുറച്ചുകൂടി ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 20 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം അത് 50 ഷെയറായിട്ട് കൂടിയതായിട്ട് കാണാം. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് എപ്പോഴാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു റിസൾട്ടിൻ്റെ കൂടെ ഇവർ അവരുടെ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ പറയുന്നത് കമ്പനിയുടെ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റൽ ബാലറ്റ് വഴിയാണ് ഈ അപ്രൂവൽ വാങ്ങിക്കുക. അതിന് ശേഷമായിരിക്കും ഈ റെക്കോർഡ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഈ റിസൾട്ടും ഈ ഒരു സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റും ഇതേപോലെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റൊക്കെ വന്നതിന് ശേഷം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ പ്രൈസ് 6%-ലധികം കറക്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇത്ര നല്ല റിസൾട്ടും അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോക്കിലൊരു ക്രാഷ് സംഭവിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ വളരെയധികം ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ആ 29-ാം തീയതി 100-ന് മേലെ ഇതിൻ്റെ PE റേഷ്യോ പോയിരുന്നു.
പി റേഷ്യോ ഇതിൻ്റെ ഒരു മീഡിയം പി ഇ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ മീഡിയം പി നോക്കുകയാണെങ്കിൽ അത് 61.6 അതിലും എത്ര ഉയരത്തിൽ ഇതിൻ്റെ പി പോയിരുന്നു. ഇപ്പോൾ അത് ഈ ഒരു ക്രാഷിൻ്റെ ഭാഗമായിട്ട് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്, 80 അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ RSI നോക്കുകയാണെങ്കിൽ അത് ഓവർബോട്ട് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓവർബോട്ട് സോണിൽ എത്തിയിട്ടില്ലെങ്കിലും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ടേം മൊമെൻറ്റം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ടുള്ള ബിഗ് പ്ലെയേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു റിസൾട്ട് ഈ സ്റ്റോക്കിൽ വരുമെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നല്ല തോതിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടിൻ്റെ തൊട്ട് മുമ്പായിട്ട് മൊത്തത്തിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കുകയും അങ്ങനെ വൻതോതിലുള്ള സെല്ലിംഗ് നടക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ RSI അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അത് ഏകദേശം 50 കാണാം. അപ്പോൾ എപ്പോഴൊക്കെ ഇതിൻ്റെ RSI 50-40 എന്ന റേഞ്ചിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ച് കയറാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. റിസൾട്ട് നല്ല റിസൾട്ടാണെന്ന് മാത്രമല്ല അത് സ്ട്രീറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ എക്സ്പെക്റ്റേഷനെ മറികടക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ വേറെ നെഗറ്റീവ് ന്യൂസൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ചുവരവ് തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ഏതായാലും 1500-1550 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ നല്ലൊരു ലിക്വിഡിറ്റി വർദ്ധിക്കും. കാരണം സ്റ്റോക്കിൻ്റെ പ്രൈസ് 1000 താഴെ എത്തും. സ്വാഭാവികമായിട്ടും അവിടെ നല്ല തോതിലുള്ള ബൈങ് സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അങ്ങനെ സ്റ്റോക്ക് അതിൻ്റെ ജൈത്രയാത്ര വീണ്ടും ആരംഭിക്കും. ഇത് കഴിഞ്ഞ വർഷം സംഭവിച്ച ഒരേ സൈക്കിളാണ്. അപ്പോൾ ഓരോ ഫോളും പ്രത്യേകിച്ച് ഈ വരുൺ ബിവറേജസ് ലിമിറ്റഡ് പറയുന്ന ഈ ഒരു സ്റ്റോക്കിലുള്ള ഓരോ ഡിപ്പും അല്ലെങ്കിൽ ഓരോ ഫോളും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കാണാറുള്ളത്. അത് നമുക്ക് അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം പല ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമുകളിലും അവർ കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അത് 80% മേലെ ബൈങ് ആയിട്ടാണ് ഈ ഒരു അവസരത്തെ അവർ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവിടെ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.